ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് മാംഗ്ലൂർ ബണ്ണാണ്. അതും കളയാൻ വെച്ച കറുത്ത പഴം കൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത്. സാധാരണ ഇത് മൈസൂർ പഴം വെച്ചിട്ടാണ് ചെയ്യൽ. സാധാരണ വീട്ടിൽ കറുത്ത പഴം ഉണ്ടെങ്കിൽ ആരും കഴിക്കില്ല. കുട്ടികൾ തീരെ കഴിക്കില്ല, വലിയ ആൾക്കാരും തീരെ കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പഴം വെച്ചിട്ട് നമുക്കിങ്ങനത്തെ നല്ല നല്ല റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കാം. ഈ രണ്ട് പഴവും മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട് മധുരം മതിയെങ്കിൽ ഇതിനേക്കാളും കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. മനസ്സിലായല്ലോ? ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഴയ പഴമല്ലേ, അപ്പം ഇനി കുറച്ച് സ്മെല്ലെല്ലാം നമുക്ക് ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഒരു മൂടി ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഫുഡ് കളറ്, പിന്നെ 3/4 ടീസ്പൂൺ അപ്പക്കാരം അഥവാ സോഡ, പിന്നെ ഇതിലേക്ക് കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് തൈര്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് മൈദയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. മൈദക്ക് പ്രത്യേകിച്ചിട്ടൊരളവില്ല. ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്ന ആ പരുവത്തിൽ നല്ല പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എന്നിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അല്പം സമയമെടുത്ത് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്താൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബന്നുണ്ടല്ലോ, ഈ ബന്നിൻ്റെ അകമെല്ലാം നല്ല പോലെ ആരെടുത്ത് നല്ല സോഫ്റ്റായിട്ട് പൊന്തിയിട്ട് കിട്ടും. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. 8 മണിക്കൂറാണ് ഞാനിവിടെ മൂടി വെക്കുന്നത്. 8 മണിക്കൂറിന് ശേഷം മാത്രം ഇത് ചുട്ടെടുക്കുക. അങ്ങനെയാകുമ്പോൾ മാത്രമേ നന്നായിട്ട് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ രീതിയിലെ ബണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി മൈസൂർ ബണ്ണ് നേന്ത്രപ്പഴം വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 4 or 5 മൈസൂർ പഴം ചേർത്ത് ഇതേ റെസിപ്പി ഉണ്ടാക്കാം. അതാണ് ഒറിജിനൽ റെസിപ്പി. ഞാൻ നിങ്ങൾക്ക് പഴം വേസ്റ്റ് ആവാണ്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ മാവെല്ലാം കുഴച്ച് കുറച്ച് വലിയ സൈസിലുള്ള ബോളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അല്പം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൂരി ഉണ്ടല്ലോ, ആ ഷേപ്പിൽ അത്രയും സൈസിൽ കുഴച്ച് പരത്തിയെടുക്കാം. പക്ഷെ ഞാനിവിടെ കുറച്ച് വലിയത് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ അല്ലേ? ദാ നന്നായിട്ട് മൈദയെല്ലാം വിതറി കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ് ഈ മാംഗ്ലൂർ ബൺ. പണ്ട് കാലങ്ങളിലെ ഹോട്ടലിനെല്ലാം നമ്മൾ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ മൈസൂർ ബൺ. ഇനി കുറേ ചേരുവൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുറേ ജോലിയുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ടൈം നമ്മൾ കുഴച്ച് വെക്കണം. വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കുഴച്ച് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഓയിൽ ചൂടാക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. ദാ ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഓരോന്നും വേറെ വേറെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതാ എല്ലാം ഇവിടെ പരത്തിയെടുക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനേക്കാളും തിന്നാവും. ഈ മാംഗ്ലൂർ ബൺ ഉണ്ടല്ലോ, ഓയിലൊന്നും കൂടുതൽ കുടിക്കില്ല. അതുകൊണ്ട് തന്നെ കഴിക്കാനും നമുക്ക് നല്ലൊരു സുഖമാണ്. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാ ചമ്മന്തിയോ തേങ്ങാ ചട്നിയോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതാ ഞാൻ എണ്ണയെല്ലാം ചൂടാക്കി അല്പം ഒന്ന് പരത്തി നല്ല ചൂടായ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പം തന്നെ ലോ ടു മീഡിയം തീയിലാക്കി കൊടുക്കണം. നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. പെട്ടെന്ന് തന്നെ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകംഭാഗം കുക്കാവില്ല. കാരണം കുറച്ച് കട്ടിക്കുള്ള റെസിപ്പിയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ നല്ല പോലെ പൊന്തി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ദാ ഓയിൽ നിന്നും തനിയെ പൊന്തി വരുന്നുണ്ട്. പൊന്തി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. ഈ സമയത്ത് തവിയൊന്നും ഇട്ടിങ്ങനെ ഇളക്കാനൊന്നും പാടില്ല, തനിയെ പൊന്തി വരും. ഇനി നമുക്ക് മറ്റേ സൈഡും നല്ല ഡാർക്ക് കളറാവുന്ന രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്യണം.
ഡാർക്ക് കളർന്ന് ഉദ്ദേശിക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ. ഇനി കരിഞ്ഞു പോകുകയൊന്നും വേണ്ട. കരിഞ്ഞു പോകാതെ നമ്മളിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. അത് അവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം. ഇതെല്ലാം കുറച്ച് കുഞ്ഞ് സൈസിലായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. ഇതാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കണം. അപ്പോൾ ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൽ ഡൗട്ട് വരാൻ ഒരു ചാൻസും ഇല്ല. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഹാർഡായിട്ട് കുഴച്ചെടുത്താൽ ഇതിൻ്റെ അകമൊന്നും നല്ല പോലെ ഒരു പഫായിട്ട് കിട്ടില്ല. അതേപോലെ അകമൊന്നും ഇങ്ങനെ ആരെടുത്ത പോലെയൊന്നും ഉണ്ടാവില്ല. ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർക്കാൻ. ഞാനിവിടെ വനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. അതേപോലെ ഞാൻ ചെറിയ ജീരകത്തിന് പകരം ഇവിടെ ചേർത്തിട്ടുള്ളത് എള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളും ചേർക്കാം, അതേപോലെ ചെറിയ ജീരകവും ചേർക്കാം. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇതേപോലെ എണ്ണയിലിട്ട് തനിയെ പൊന്തി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കണം. ഇത് നല്ല പോലെ കുറേ സമയം ഇതേപോലെ പൊങ്ങി നിൽക്കും. പെട്ടെന്നൊന്നും താണു പോകുമൊന്നുമില്ല. അത്രയും പാകമായിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം മാത്രം ചുട്ടെടുക്കണം. അത്രയും സമയം വെച്ചാലാണ് നമ്മൾ വിചാരിക്കുന്ന ഈ രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മാംഗ്ലൂർ ബൺ ഇനി ഹോട്ടലിൽ നിന്നും പോവാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കാം. അതും ഞാൻ ഉണ്ടാക്കിയത് കളയാൻ വെച്ച പഴുത്ത കറുത്ത പഴം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചിട്ട് കുഴച്ചിട്ട് മാവ് വെക്കുക. ഈ പോലെയുള്ള റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിനു മുമ്പും വേറൊരു റെസിപ്പി ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കറുത്ത പഴം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ഇഷ്ടപ്പെടും. പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീയുടെ കാര്യമാണ്. നമ്മൾ ഓയിലിടുന്ന സമയത്ത് നന്നായിട്ട് തീ കൂട്ടിക്കൊടുത്ത് ഓയിലിട്ട ഉടനെ തീ ചെറുതാക്കി കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എത്ര നന്നായിട്ട് പൊന്തി വന്നിട്ട് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാംഗ്ലൂർ ബൺ ഇനി ഹോട്ടലിലൊന്നും പോയിട്ട് കഴിക്കണ്ട. നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.